ചന്ദ്ര എന്ന പേര് കേൾക്കുമ്പോൾ സിനിമയിലെ ക്യാരക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആരെയാ ഓർമ്മ വരുന്നത്? ലോകയിലെ ചന്ദ്രയാണോ അതോ വടച്ചനയിലെ ചന്ദ്രയോ? ഇപ്പോൾ DC-യിലെ ചന്ദ്രയായിരിക്കും അല്ലേ? ലോകേഷ് കനകരാജ് നായകനായ അരുൺ മഹേശ്വരൻ ചിത്രം DC തിയേറ്ററുകളിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ലോകേഷിന്റെ ഡെബ്യൂ അഭിനയത്തിന് കയ്യടി നേടുന്നതിനോടൊപ്പം തന്നെ സിനിമ കണ്ടിറങ്ങുന്നവരുടെ ഒക്കെ ഇൻസ്റ്റഗ്രാം സ്റ്റോറികളിലും നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയ ഫീഡ്സിലും സ്ക്രീൻ പ്രസൻസ് കൊണ്ട് വിസ്മയിപ്പിച്ച ചന്ദ്രയാണ്. ഗോദയിലെ അതിഥി സിംഗും അന്ന് ഇതേ കയ്യടിയും പ്രശംസകളും നേടിയിരുന്നു. പറഞ്ഞു വരുന്നത് മലയാളികൾക്ക് ഈ മുഖം പുതിയതല്ല. 2017 ബേസിൽ ജോസഫിന്റെ സംവിധാനത്തിൽ ടോവിനോ നായകനായെത്തിയ ഗോദ കണ്ടിറങ്ങിയപ്പോൾ നമ്മൾ അത്ഭുതത്തോടെ ചോദിച്ച അതേ ചോദ്യം ഇന്ന് ചന്ദ്രയിലൂടെ ചോദിക്കുന്നു എന്ന് മാത്രം. അങ്ങനെയാണെങ്കിൽ ശരിക്കും ആരാണ് ഈ വാമിക ഗബി? ചണ്ഡീഗഡിൽ നിന്ന് തുടങ്ങി ഇന്ത്യൻ സിനിമയുടെ മുൻനിരയിലേക്ക് വാമിക നടത്തിയ മാസീവ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, ഇൻസ്പയറിംഗ് ആണ്. പഞ്ചാബിലെ ഒരു എഴുത്തുകാരന്റെയും അധ്യാപികയുടെയും മകളായി ജനിച്ച വാമികയ്ക്ക് ചെറുപ്പം മുതലേ കഥക്കിനോടായിരുന്നു താല്പര്യം കൂടുതൽ. 13 വയസ്സുള്ളപ്പോഴാണ് താരം ജബ് വി മെറ്റ് എന്ന ബോളിവുഡ് ക്ലാസിക്കിലൂടെ ക്യാമറയ്ക്ക് മുന്നിലെത്തുന്നത്. തുടർന്ന് ലവ് ആജ്കൽ, മൗസം തുടങ്ങിയ ചില വലിയ ചിത്രങ്ങളിൽ ചെറിയ വേഷങ്ങൾ. പക്ഷെ അഭിനയം എന്ന പാഷൻ വാമികയ്ക്ക് നൽകിയത് വലിയ പ്രതിസന്ധികളായിരുന്നു. തുടർച്ചയായ റിജക്ഷനുകൾ, അവസരങ്ങൾ കൈവിട്ടുപോയ നിമിഷങ്ങൾ. എന്നാൽ അവിടെ ഒന്നും ഗിവപ്പ് ചെയ്തില്ലെന്ന് മാത്രമല്ല, 16 എന്ന ഹിന്ദി ചിത്രത്തിലൂടെയും തൂ മേരാ 22, മേ തെരാ 22 എന്ന പഞ്ചാബി ചിത്രത്തിലൂടെയും നായികയെ മാറി. പഞ്ചാബി സിനിമകൾ നൽകിയ ആ കോൺഫിഡൻസ് വാമികയെ കൂടുതൽ വലിയ സ്വപ്നങ്ങൾ കാണാൻ പഠിപ്പിച്ചു എന്ന് വേണം പറയാൻ. 2015 തെലുങ്കിലൂടെ തെന്നിന്ത്യയിൽ എത്തിയെങ്കിലും 2017 ബേസിൽ ജോസഫ് സംവിധാനം ചെയ്ത ഗോദയാണ് വാമികയുടെ കരിയറിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയാം. ഭാഷ അറിയില്ലെന്ന പരിമിതിയെ തന്റെ ബോഡി ലാംഗ്വേജ് കൊണ്ടും ഇന്റൻസീവ് ആയിട്ടുള്ള പ്രകടനം കൊണ്ടും മറികടന്ന പഞ്ചാബി പെൺകുട്ടിയെ മലയാളി എന്ന് നെഞ്ചിലേറ്റി. പിന്നീട് പൃഥ്വിരാജിനോടൊപ്പം നയൻ അടക്കമുള്ള സിനിമകളിൽ നമ്മൾ വാമികയുടെ വ്യത്യസ്തമായിട്ടുള്ളൊരു അഭിനയ ശൈലി കണ്ടു. അതിലും മുകളിൽ റീജിയണൽ സിനിമകളിൽ മാത്രം ഒതുങ്ങാൻ വാമിക തയ്യാറായില്ലായിരുന്നു. ഭാഷകളുടെ അതിർവരമ്പുകൾ ഭേദിച്ച് തനിക്ക് അനുയോജ്യമായ ശക്തമായ കഥാപാത്രങ്ങൾ തേടി ആ യാത്ര തുടർന്നു. 2023 വാമികയുടെ കരിയറിലെ ഏറ്റവും മികച്ച ഘട്ടം ആരംഭിക്കുന്നത്. OTT പ്ലാറ്റ്ഫോമുകളിലൂടെ ഹിന്ദിയിൽ അവർ നേടിയത് അവിശ്വസനീയമായ സ്വീകാര്യതയാണ്. വിക്രമാദിത്യ മോഡ്വാനിയുടെ ജൂബിലി എന്ന സീരീസിലെ നിലൂഫർ എന്ന കഥാപാത്രം വാമികയെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ഡിമാൻഡുള്ള നടിയാക്കി മാറ്റി. തൊട്ടു പിന്നാലെ വിശ്വൽ ഭരദ്വാജിന്റെ കുഫി എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് ഫിലിം ഫെയർ അവാർഡും താരത്തെ തേടിയെത്തി. സാധാരണ വാണിജ്യ സിനിമകളിലെ നായിക സങ്കല്പങ്ങളിൽ നിന്ന് മാറി അഭിനയ പ്രാധാന്യമുള്ള സ്ട്രോങ് ക്യാരക്ടറുകൾ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയതാണ് വാമികയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തയാക്കുന്നത്. ഏത് പെർഫോമൻസ് ആണെങ്കിലും അതിന്റെ ഇന്റൻസ് ആയിട്ടുള്ള ഒരു വേർഷൻ ഇന്ന് 2026 എത്തി നിൽക്കുമ്പോൾ DC-യിലെ ചന്ദ്രയെ വന്ന് ഇന്ത്യയൊട്ടാകെയുള്ള സിനിമാ പ്രേമികളെ വീണ്ടും അത്ഭുതപ്പെടുത്തുകയാണ് വാമിക ഗബി. ഏത് കഥാപാത്രവും തന്റെ തനതായ ശൈലിയിൽ പെർഫെക്റ്റ് ആക്കി മാറ്റാൻ കഴിയുന്നത് അത്ര ചെറിയ കാര്യമല്ല. അത് വാമികയ്ക്ക് സാധിക്കുന്നു എന്നതാണ് വാമികയെ വേറിട്ട് നിർത്തുന്നത്.